ചെമ്പനീർ പൂവിൽ വീണ്ടും ഞെട്ടിക്കുന്ന ട്വിസ്റ്റ്. ശ്രുതിയുടെ കള്ളങ്ങളെ രക്ഷിക്കാൻ ബീരാൻ വീണ്ടും എത്തി. പക്ഷേ ഈ തവണ നടന്നത് ആരും പ്രതീക്ഷിക്കാത്ത ഒരു നാടകമാകുന്നു. ശ്രുതി പറഞ്ഞതുപോലെ വീട്ടിലെത്തി എല്ലാവരുടെയും മുന്നിൽ ബീരാൻ പുതിയ കഥ തുടങ്ങുന്നു. അതേസമയം മലേഷ്യ യാത്രയ്ക്കായി പാസ്പോർട്ട് വെരിഫിക്കേഷനുമായി പോലീസ് വീട്ടിലെത്തുന്നത് ശ്രുതിയെ കൂടുതൽ പേടിപ്പിക്കുന്നു. ഇപ്പോ എല്ലാം പൊളിയുമോ എന്ന ആശങ്കയിൽ നിൽക്കുന്ന ശ്രുതിക്ക് മുന്നിൽ ബീരാൻ തന്റെ മാസ്റ്റർ പെർഫോമൻസ് ആരംഭിക്കുന്നു. ആദ്യം സാധാരണയായി സംസാരിച്ച ബീരാൻ പെട്ടെന്ന് കരയാൻ തുടങ്ങുന്നു. നിന്റെ അച്ഛന്റെ ശത്രുക്കൾ ചേർന്ന് ജയിലിൽ വെച്ച് അദ്ദേഹത്തെ കൊന്നുകളഞ്ഞു മോളെ. ഈ വാക്കുകൾ കേട്ടതോടെ ശ്രുതി അഭിനയിച്ച് തകർന്നു വീഴുന്നു. വീട്ടുകാരൊക്കെ ഞെട്ടി നിൽക്കുമ്പോൾ ചന്ദ്രയും സുധിയും രേവതിയും സച്ചിയും വിശ്വസിക്കണോ ഇല്ലയോ എന്ന അവസ്ഥയിൽ ബീരാൻ പിന്നെയും കഥ ശക്തമാക്കുന്നു. സംഭവം നടന്നിട്ട് 2 ആഴ്ചയായി. സർക്കാരിന്റെ പേരുകേടാകാതിരിക്കാൻ കാര്യങ്ങൾ മറച്ചുവെച്ചതാണ്. ഇത് കേട്ട് വീട്ടിൽ മുഴുവൻ കരച്ചിലും വിഷാദവും നിറയുന്നു. ശ്രുതി ബോധം കെട്ട് വീഴുന്നതും എന്റെ അച്ഛനെ കാണണമെന്ന് കരഞ്ഞു പറയുന്നതും കണ്ടപ്പോൾ എല്ലാവരും തകർന്നുപോയി. എന്നാൽ സച്ചിയുടെ മനസ്സിൽ ഇപ്പോഴും സംശയം മാറിയിട്ടില്ല. ഇതെല്ലാം അഭിനയമല്ലേ എന്ന ചോദ്യമാണ് സച്ചിയെ അലട്ടുന്നത്. അതേസമയം ചന്ദ്രയുടെ മനസ്സിൽ മറ്റൊരു ചിന്ത. ശ്രുതിക്ക് കിട്ടേണ്ട സ്വത്തൊക്കെ ഇനി അവളുടെ കയ്യിലെത്തുമല്ലോ. ഒരു മനുഷ്യന്റെ മരണവാർത്ത കേട്ടിട്ടും സ്വത്തിനെക്കുറിച്ച് ചിന്തിക്കുന്ന ചന്ദ്രയെ കണ്ടപ്പോൾ സച്ചിയും രേവതിയും ഞെട്ടിപ്പോകുന്നു. അവസാനം ഇനി ഇവിടെ നിന്നാൽ എനിക്കും അപകടം എന്ന് പറഞ്ഞ് ബീരാൻ അവിടെ നിന്നു പിന്മാറുന്നു. പക്ഷേ പോകുമ്പോൾ പോലും മനസ്സിൽ ഒരേയൊരു ചിന്ത. ഇവൾക്ക് വേണ്ടി അഭിനയിച്ച് ഞാൻ വലിയ നടനായി. ഇനി എന്താകും? ശ്രുതിയുടെ കള്ളങ്ങൾ പുറത്തുവരുമോ? സച്ചി സത്യം കണ്ടെത്തുമോ? അറിയാൻ അടുത്ത എപ്പിസോഡ് കാത്തിരിക്കാം.